ബട്ടൺ തുന്നും ബാലൻ ചേട്ടൻ ഇംഗ്ലീഷിൽ സൂപ്പറാ. A needle is needed, Olivane. Button needs to be fixed. Roger that. You too? Reason English House, Reason English House. ഹലോ എടി വണ്ടി ഒന്ന് കേടായി. അവിടെ പള്ളിക്കരയാണ്. ഞാൻ വല്ല യൂബറിലും കിട്ടും നോക്കട്ടെ. ഞാൻ എത്തിക്കോളാം. ശരി മേടിക്കണം. I didn't expect this from you. എൻ്റെ റെഫറൻസിലല്ലേ സാർ നിന്റെ അടുത്ത് വന്നത്, എന്നിട്ടും പ്രിയ, നീ വിചാരിക്കും പോലെ നമ്മളയാളെ പറ്റിച്ചിട്ടൊന്നുമില്ല. അയാൾ പറഞ്ഞ പോലെ നമ്മൾ സ്ഥലം മേടിച്ചു. പിന്നെ ആ സ്ഥലത്തിൻ്റെ അടുത്തൂടെ പുതിയ റോഡ് വരുന്നു, ആ സ്ഥലത്തിൻ്റെ വില ഉയരും നമുക്ക് നേരത്തെ അറിയായിരുന്നു. അതയാൾക്ക് അറിഞ്ഞൂടായിരുന്നു, നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ അയാൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭം നമുക്കുണ്ടാവും. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. രാഹുൽ, ഹൗ സെൽഫിഷ് ആർ യു? ഞാൻ സാറിനെ നിന്റെ അടുത്തേക്ക് വിട്ടത് ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഒരാളെ പറഞ്ഞു പറ്റിച്ച് കാശുണ്ടാക്കേണ്ട എന്താവശ്യമായിരുന്നു നിനക്കുണ്ടായിരുന്നത്? പൈസ കൊണ്ട് വളർന്നവർക്ക് ഇതൊക്കെ സെൽഫിഷ് ആയിട്ടൊക്കെ തോന്നും. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് പൈസ ഉണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ, ട്രിപ്പ്, ഫ്ലൈറ്റ്, റിസോർട്ട് ഇതൊക്കെ ബുക്ക് ചെയ്ത് ഏത് പൈസയെന്ന് വിചാരിച്ചിട്ടാ നീ? You changed a lot. You just proved what I said. You are selfish. നിനക്ക് വേണ്ടി അല്ലാണ്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വേണ്ടി നീ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും കൺസിഡർ ചെയ്യാത്ത നീ ഫ്യൂച്ചറിൽ എന്റെ ഫീലിങ്സും ഇമോഷൻസും കൺസിഡർ ചെയ്യോ ഇല്ലയോ എന്ന് ആർക്കറിയാം? രാഹുലെ, എങ്ങോട്ടാ പോണേ? നീ ഒതുക്കേ, നീ സൈഡിൽ ഒതുക്കേ, ഒതുക്കടാ. നീ എന്താലോചിച്ചോണ്ടാ വണ്ടി ഓടിക്കണേ? നീ എന്തായാലും വാ, നമുക്കൊരു സിഗരറ്റ് വിളിച്ചിട്ട് വാ. അതിപ്പോൾ കല്യാണം വേണ്ടാന്ന് വെച്ചാലും നിന്റെ അച്ഛന് സന്തോഷമേ കാണുള്ളൂ. അങ്ങനെയല്ല, രാഹുൽ പാവാണ്. പക്ഷെ അവൻ്റെ കൂടെ നടക്കുന്ന മറ്റേ ആ തെണ്ടിയില്ലേ ലിബിൻ, അവനാണ് എല്ലാത്തിനും കാരണം. എടാ, ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല ബഹുമാനമുണ്ട്. എന്താ? ഒരു പണച്ചാക്കിന്റെ മോളെ തന്നെ വളച്ചെടുത്തില്ലടാ. എൻ്റെ പൊന്നളിയെ വളച്ചെടുത്തൊന്നും അല്ല, +2 തുടങ്ങിയ പ്രേമോ. എന്തായാലും പുളിങ്കൊമ്പ് തന്നെയാണോ? അതുകൊണ്ട് ധൈര്യം ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചു എന്നാ? നിന്റെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ തന്നെ ഇപ്പൊ തന്നെ രണ്ടും പടായേനെ. കാര്യം നീ കെട്ടാൻ പോണ പെണ്ണൊക്കെ തന്നെയാ എന്ന് കരുതി നിന്റെ പണികളൊക്കെ അവള് പറയുന്ന പോലെ ചെയ്യാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഈ ബിസിനസ് ആകുമ്പോൾ ചില ടാക്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വരും എന്ന് കരുതി ഫ്രോഡാണ്, ചതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എടാ, നീ അത് വിട്, ഇതൊക്കെ റിലേഷൻഷിപ്പ് പതിവാ. എന്തായാലും നമ്മളെ പണി കോട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? ശരി, ഈ എന്നേ ഞാൻ എടുക്കാം. ഞാൻ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? ഇതെന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? എന്താണേട്ടാ? സാറേ, ബ്രേക്ക് ഇത്തിരി കുറവായിരുന്നു, വളവായോണ്ട് കണ്ടില്ല, ചവിട്ടി പണി കിട്ടിയില്ല. അത് ശരി, അപ്പൊ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയും കൊണ്ടാണ് നടക്കുന്നത്? സാറേ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, വണ്ടിക്ക് ബുക്കും പേപ്പറൊന്നുമില്ല. ബുക്കും പേപ്പറില്ലാത്ത വണ്ടി കൊണ്ടാണ് താൻ പറപ്പിച്ചോണ്ട് നടക്കുന്നത്? സാർ, അതിന്റെ പൈസ എങ്ങനെയാന്ന് വെച്ചാൽ തരാം. എന്നാ പൈസ നാളെ രാവിലെ ബാങ്ക് തുറക്കുമ്പോ അക്കൗണ്ടിലേക്ക് കിട്ടുന്നൊക്കെ സാറേ. ഇത് ശരിയാവില്ല, ചുമ്മാ ഊടായിപ്പ്. ഒന്നെങ്കിൽ കേസാക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പൈസ തരണം. കേസാക്കട്ടെ? എടോ, കേസാക്കുന്നത് എനിക്ക് നല്ലത്. അതാകുമ്പോ ഇൻഷുറൻസ് ഇട്ടിട്ട് ബാക്കി പൈസ തന്നാ മതി.
അല്ലെങ്കിൽ മൊത്തം പൈസ താൻ തരേണ്ടി വരും. സാറേ ബുക്കും പേപ്പറും ഇല്ലാത്തതുകൊണ്ട് കേസിന് പോയാൽ എൻ്റെ ഒരുപാട് പൈസ ഇറങ്ങും. എനിക്ക് വേറെയും പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ടാണ്. അത് തന്റെ പ്രശ്നം, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കേസാക്കി കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേസാക്കിയില്ലെങ്കിൽ താൻ പൈസ ഇരുന്ന് എന്താ ഉറപ്പ്? ഞങ്ങൾ എവിടെ പോയി ചോദിക്കും? സാർ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം, ഫോൺ നമ്പറും തരാം. പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. താനാ ഫോൺ നമ്പർ തന്നെ. 97 പറഞ്ഞോ. 47 47 25 61. ഷിജു അല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. എടാ നീ ആ നമ്പർ MBD നോക്കിയേ. ആരെയും മായ? ഭാര്യയാണ് സാർ. ഭാര്യയുടെ പേരില വണ്ടിയില്ലേ? അതെ എന്ത് ചെയ്യും? സാറേ, നിങ്ങളെൻ്റെ വീട്ടിലൊന്ന് നോക്കും, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബ്രേക്ക് കുറയാണ്ടേ പതുക്കെ പോകത്തുള്ളൂ. നിങ്ങളെൻ്റെ പുറകെ വന്നാൽ മതി. ഇനി വീട് വരെ പോണ്ടേ? അപ്പോ ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. വണ്ടി അങ്ങോട്ട് പോവില്ല, ഇവിടെ ഇട്ടാൽ മതി. നമുക്ക് നടക്കാം. പോവാ. ആ ഇതരാ എന്താ പറ്റിയെ? വണ്ടി ഒന്ന് തട്ടേടാ. അമ്മായി വീടുണ്ടോ? കുഴപ്പമൊന്നുമില്ലടാ. അവിടെ ഏരിയൊന്നും അത്ര എടുപ്പില്ലോട്ടോ. പേടി പുറത്ത് കാണിക്കില്ലടാ, അവൻ കളി മാറ്റും. ആ ഉണ്ടായിരുന്നു, വണ്ടി ഒന്ന് തട്ടി. ആ എല്ലാവരും നമ്മളത്ര നോക്കുന്നുണ്ടല്ലോ. നിങ്ങളിവിടെ നിൽക്ക്, എനിക്ക് ഈ വീട്ടിൽ സാധനം കൊടുക്കാനുണ്ട്, കൊടുത്തിട്ട് വരാം. ആ നിങ്ങളാരാണ് ഇവിടുന്ന് കണ്ടിട്ടില്ലല്ലോ? നമ്മള് നിങ്ങളെന്താണ് വെട്ടി ഷിജുവിൻ്റെ കൂടെ? വെട്ടി ഷിജുവാ? ആ അതാണ് വെട്ടി ഷിജു. അപ്പൊ ഷിജു അല്ലേ? അപ്പൊ ഒന്നും അറിയൂലേ? അതാണ് വെട്ടി ഷിജു. അർഗ പാർട്ടികളാണ്, ഇതൊന്നും അറിയൂലേ? പുള്ളിക്കൊരു ചേട്ടനുണ്ട്, വെട്ടി ഷിബു. പുള്ളി ഒരു ബസ്സുകാരനെ വെട്ടി കേസിൽ അകത്തായിരുന്നു. ഇതൊന്നും അറിയാണ്ട് ഇവിടെ നിൽക്കണേ.